എപ്പോഴായിരുന്നു ആ കുട്ടി ഇക്കാര്യം എല്ലാവരോടും വെളിപ്പെടുത്തിയത്? ഈ അടുത്ത സമയത്തായിരുന്നോ? അതെ, ഏകദേശം 1 മാസത്തിന് മുൻപ്. മാളവികയും അപ്പോഴാണോ അതറിയുന്നത്? അതെ. ഓക്കെ. ഇനി മാളവിക കൂടുതൽ ഡീറ്റെയിൽ ചെയ്യണമെന്നില്ല. ചിത്രം ഏകദേശം വ്യക്തമാണ്. പക്ഷേ ഒരു സംശയം. വിജയങ്ങളും ഗീതാൻ്റെയും അപ്പുവിൻ്റെ ഈ തീരുമാനത്തെ എതിർത്തതുകൊണ്ടാണോ അപ്പു അന്ന് സൂയിസൈഡിന് ശ്രമിച്ചത്? അല്ല, അന്ന് അവർക്കതൊന്നും അറിയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ കോളേജിലുണ്ടായ ചില ഇഷ്യൂസിന്റെ പേരിൽ എന്നെ അപ്പുവിൽ നിന്ന് അകറ്റാൻ അച്ഛനും അമ്മയും ശ്രമിച്ചു. അതപ്പുവിന് സഹിക്കാനായില്ല. അപ്പു ഇക്കാര്യം ആദ്യം എന്നോട് മാത്രമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അവളുടെ മനസ്സിനൊപ്പം ഞാൻ നിൽക്കണമെന്ന് അപ്പ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ അകന്നു തുടങ്ങിയിരുന്നു. പക്ഷെ എന്നിട്ടും അപ്പുവിന് വേണ്ടി ഞാൻ വാദിച്ചു. അവൾക്ക് സപ്പോർട്ടായി നിന്നു. ആ ഇടയ്ക്കാണ് കോളേജിൽ എൻ്റെ സീനിയറായി പഠിക്കുന്ന അരുൺ ഭാസ്കർ എന്നൊരാളുടെ പ്രപ്പോസൽ വരുന്നത്. അപ്പുവിൽ നിന്ന് എന്നെ പൂർണ്ണമായി അകറ്റാൻ എൻ്റെ വീട്ടുകാർ അയാളുമായുള്ള വിവാഹം ഉറപ്പിച്ചു. അത് അപ്പുവിന് വലിയൊരു ഷോക്കായിപ്പോയി. എൻ്റെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് അപ്പു സൂയിസൈഡിന് ശ്രമിച്ചത്. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ മാളവിക, നിങ്ങൾ തമ്മിലുള്ള ഈ തിക് ഫ്രണ്ട്ഷിപ്പിൽ ആർക്കൊക്കെയോ മറ്റൊരു തരത്തിൽ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അങ്ങനൊരു കഥ ക്യാമ്പസിലും പ്രചരിച്ചിരുന്നു. അരുണാണ് അതേക്കുറിച്ച് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ അയാളത് VP അങ്കിളിനോട് സൂചിപ്പിച്ചു. അതുകൊണ്ടാവാം വീട്ടുകാർ കൂടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെ ഒരു സംശയത്തോടെ കാണാൻ തുടങ്ങിയത്. ഓക്കെ. എപ്പോഴാണ് അപ്പോൾ ഒരു ട്രാൻസ്മാൻ ആണെന്ന് പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തത്? ഐ മീൻ, വീട്ടുകാരോടായിരുന്നോ ആ കുട്ടി ഇത് ആദ്യം പറഞ്ഞത്? അപ്പുവിൻ്റെ വീട്ടുകാരോട് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത്. അപ്പു അന്ന് ഒരു സിംഗിങ് സ്റ്റേജിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷമാണ് അപ്പുവായിട്ട് തന്നെ തൻ്റെ നിലപാട് എല്ലാവരെയും അറിയിച്ചത്. അതോടെ എൻ്റെ വീട്ടിലും ആകെ പ്രശ്നമായി. അപ്പുവിനെ കാണാൻ പോലും എന്നെ അനുവദിക്കാത്തൊരു സ്ഥിതിയായി. അതോടെ അപ്പുവിനും വാശിയായി. കോളേജിൽ ഉൾപ്പെടെ താനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് അപ്പു വെളിപ്പെടുത്തി. ഓക്കെ. ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായി. പിന്നെ സംഭവിച്ചതിനൊക്കെ ഞാനും സാക്ഷിയാണല്ലോ. ഓക്കെ മാളവിക, ഇനി ഞാൻ സീരിയസ് ആയി ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ പോവുക. അതിന് മാളവികയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പിക്കാമല്ലോ. ഷുവർ ഡോക്ടർ, ഞാൻ എന്തിനും റെഡിയാണ്. ഓക്കെ. പിന്നെ തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. ഈ മിഷനിൽ ഞാൻ പൂർണ്ണമായും അപ്പുവിൻ്റെ സൈഡാണ്. എന്നുവെച്ചാ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ അപ്പുവിനെ സ്വന്തം തീരുമാനത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനല്ല ഞാൻ ശ്രമിക്കുന്നതെന്ന്. പകരം അപ്പു എടുത്ത തീരുമാനത്തിലേക്ക്, അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് എത്തിക്കുക എന്നതായിരിക്കും എൻ്റെ ദൗത്യം. ആ മിഷന് വേണ്ടിയാ എനിക്ക് മാളുവിൻ്റെ പൂർണ്ണ പിന്തുണ ആവശ്യമുള്ളത്. നൗ യു ഗോട്ട് ഇറ്റ്? പക്ഷേ ഡോക്ടർ അതെങ്ങനെ? എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, അതൊക്കെ ഇപ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതായാലും ആദ്യം നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് മാളു ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. എന്താ, സമ്മതമാണോ? അപ്പുവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ വില്ലിംഗ് ആണ് ഡോക്ടർ. ഗുഡ്. എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് തുടങ്ങാൻ പോവുക നമ്മുടെ ഈ മിഷൻ. ഓക്കെ? ഓക്കെ. താങ്ക് യു. എന്നാ വാ.